ആചാര സംരക്ഷണത്തിനായുള്ള പ്രക്ഷോഭം വേട്ടയാടൽ തുടരുന്നു. ശബരിമലയിലെ ആചാര സംരക്ഷണ സമരത്തിൽ ഇപ്പോൾ പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ കുറ്റപത്രത്തിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള പ്രതിയാണ്. ബി.ജെ.പിയുടെ വന്ധ്യവയോധികനായ നേതാവ് ഒ രാജഗോപാൽ പ്രതിയാണ്. മാത്രമല്ല, കണ്ടാൽ അറിയാവുന്ന 10 പേർ, ഇവരുൾപ്പെടെ 10 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് മാന്നാർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രശാന്ത് തുടരുകയാണ്. പ്രശാന്ത്, പി.എസ്. ശ്രീധരൻപിള്ളയുടെ പ്രതികരണം കേട്ടല്ലോ. അദ്ദേഹത്തിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, നമുക്കറിയാം ഒ രാജഗോപാലിനെ പോലെ ഇത്രയും വന്ധ്യവയോധികനായിട്ടുള്ള ഒരു നേതാവ് ഒരിക്കലും ആയുധമെടുത്തുകൊണ്ട് അക്രമം കാട്ടില്ല എന്ന് ഒരു സാധാരണ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു കേസും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കള്ളക്കേസാണ്. പക്ഷേ ആ കള്ളക്കേസിനെ കുറിച്ച് FIR രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് പോലും ഇവർക്ക് അറിയില്ല. അത് തികച്ചും പോലീസിൻ്റെ അജ്ഞതയാണ് എന്ന് പറയുന്നു. പക്ഷേ കൃത്യമായും മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് ചാർജ് ചെയ്തത്. മാത്രമല്ല, ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത് നേരത്തെ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മാത്രമല്ല, ശശികല ടീച്ചർ പറഞ്ഞു, RV ബാബു പറഞ്ഞു, ഇത് പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടി തന്നെയല്ലേ. പ്രശാന്ത്, എത്രയും പെട്ടെന്ന് ഒരു മറുപടി നൽകുക. പ്രശാന്ത്. അനിൽ നമ്പ്യാർ, തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികാര നടപടി എന്ന് തന്നെ വേണം ഇതിനെ പറയേണ്ടിയിരിക്കുന്നത്. 2018 ഈ ശബരിമല പ്രക്ഷോഭം നടക്കുന്നത്. ശബരിമലയിൽ യുവതിയെ പ്രവേശിപ്പിച്ചതിന് ശേഷം നിർബന്ധിച്ച് പോലീസ് കൂട്ടിക്കൊണ്ടുപോയി പ്രവേശിപ്പിച്ചതിന് ശേഷമുണ്ടായ ഭക്തരുടെ വികാരം, ഭക്തരുടെ വേദന, ആ വേദനയിലാണ് ഈ നാമജപ പ്രതിഷേധങ്ങൾ സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും നാമജപ പ്രതിഷേധം നടക്കുകയും ചെയ്തു. അത്തരം നാമജപ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ പോലീസ് കേസെടുത്തു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ പി.എസ്. ശ്രീധരൻപിള്ളയുടെയും അതോടൊപ്പം തന്നെ ഒ രാജഗോപാൽ അടക്കമുള്ളവരുടെ പേരിൽ ഒരു കേസെടുത്തിരിക്കുന്നത്. മാന്നാർ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാന്നാർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു സ്ഥലത്ത് വെച്ച് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കാർ തല്ലിപ്പൊളിച്ചു, അതിന് നേതൃത്വം നൽകിയെന്നതടക്കമുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയും അതോടൊപ്പം തന്നെ മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ മന്ത്രിയും MLA-യുമായ ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള 10 പേർക്കെതിരെയാണ്, കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് ഈ പോലീസിൻ്റെ കുറ്റപത്രം കേസെടുത്തിരിക്കുന്നത്. അതിൽ പി.എസ്. ശ്രീധരൻപിള്ള ഒഴികെയുള്ള മറ്റുള്ളവർക്കെല്ലാവർക്കും, മറ്റ് പ്രതികളായിട്ടുള്ളവർക്കെല്ലാവർക്കും പോലീസ് സമൻസ് അയക്കുകയും ചെയ്തു, കോടതി സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പി.എസ്. ശ്രീധരൻപിള്ള ഗവർണർ ആയതുകൊണ്ട് തന്നെ ഭരണഘടനാ പദവി വഹിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ കുറ്റപത്രത്തിൽ പി.എസ്. ശ്രീധരൻപിള്ള നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാർഷ് ചെയ്യാൻ സാധിക്കും. ഈ ചാർജ് ഷീറ്റ് കുറ്റപത്രം റദ്ദാക്കാനാകും എന്ന ഒരു ആത്മവിശ്വാസമാണ് പി.എസ്. ശ്രീധരൻപിള്ള പ്രകടിപ്പിച്ചത്. ആചാര സംരക്ഷണത്തിന് ഇറങ്ങിയവർക്കെതിരെ കേരള പോലീസ് കള്ളക്കേസ് എടുക്കുന്നതിൽ പുതുമയില്ല. നേരത്തെ ശശികല ടീച്ചർ തന്നെ പറഞ്ഞു, 100ഓളം കേസുകൾ അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ്, അതിൽ ആയുധമെടുത്ത് അക്രമം കാണിച്ചു, വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന കേസാണ്. അതിലെ പ്രതികളെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടും ഇതൊരു കള്ളക്കേസാണ്, പൂർണ്ണമായും കള്ളക്കേസാണ്. അത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ ഏർപ്പെടുന്നവരല്ല ഈ പ്രതി ചേർക്കപ്പെട്ടവർ എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ആചാര സംരക്ഷണത്തിന് ഇറങ്ങിയവർക്കെതിരെ ഇനിയും കേസുകൾ എടുത്തേക്കാം. നമ്മളത് കണ്ടതാണ്. പക്ഷേ എന്താണ് ഈ പശ്ചാത്തലം, ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള പശ്ചാത്തലം എന്താണ് എന്നൊക്കെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു.